ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെയാണ് നെയിൽ പോളിഷ് ഇടുന്നതിനെ കുറിച്ചൊരു വ്ലോഗ് ചെയ്തിരുന്നു. അങ്ങനെ അതിന് നല്ല റെസ്പോൺസ് ഉണ്ടാവുകയും പലരും എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്ന പലരും എന്നെ വിളിച്ച് ചോദിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ അവരെല്ലാം ധരിച്ചിരുന്നത് ഞാൻ പാർലറിൽ പോയാണ് എൻ്റെ നഖം ചെയ്തിരിക്കുന്നതെന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നുകൂടി വിശദീകരിച്ച് പറയേണ്ടി വന്നു. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. നമുക്കൊരു ചെറിയ കലാവാസന ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് തനിയെ പഠിക്കാനും തനിയെ ചെയ്യാനും കഴിയും. ഒരുപാട് പൈസയൊന്നും ആകത്തില്ല തനിയെ ചെയ്യുമ്പോൾ. പാർലറിൽ പോയി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് കാണാവോ ഇത് കളർ ബാർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഇതിൻ്റെ കളറൊന്നും നഖത്തിൽ പിടിക്കുന്നില്ല, ഫാസ്റ്റ് ഡ്രൈയിങ് ആണ്. അതുപോലെ തന്നെ മണിക്കൂറുകളൊന്നും ഇത് ഇട്ടുകൊണ്ടിരിക്കേണ്ട, ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നു. അതുപോലെ തന്നെ ഇത് ആക്യുറേറ്റായ കളർ തന്നെയാണ് നഖത്തിലിട്ടാലും ഉണ്ടാവുന്നത്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ കളേഴ്സല്ല ഞാൻ UK നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ബൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ നമ്പർ 7 എന്ന് പറയുന്നതാണ്. നല്ല കളേഴ്സാണ്. എല്ലാ കളറും തന്നെ ലൈറ്റാണ് കൂടുതലും ഉണ്ടാവും. ഈ കളേഴ്സ് എല്ലാം തന്നെ ഞാൻ പ്ലം എന്നുള്ള ബ്രാൻഡിൻ്റെ ഷിമ്മറുള്ള ഒരു 4 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു നഖത്തിൽ മാത്രം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ബ്രാൻഡ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ലഭ്യമല്ല, മെയ്ബലിനാണ്. UK ഇപ്പോഴും മെയ്ബലിനുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണിത്. ഇതെല്ലാം OPIയുടെയും ഷാംബോർ എന്ന കമ്പനിയുടെയും നെയിൽ പോളിഷുകളാണ്. ഈ കളേഴ്സ് നല്ലതാണ് കേട്ടോ. ഇതെല്ലാം തന്നെ ടോപ്പ് കോട്ടും പ്രൈമറുമാണ്. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതല്ല കേട്ടോ. ഇത് എൻ്റെ കളക്ഷനാണ്. നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ. കണ്ടോ, ഇഷ്ടമായോ? ലേഡീസിലെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. കാര്യം എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഞാനൊരു 3-4 ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. ദീർഘനാൾ നെയിൽ പോളിഷ് നമുക്ക് 4 തൊട്ട് 5 വർഷം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഡെയിലി വെയർ അല്ലല്ലോ, 2 വീക്സിൽ ഒരിക്കലൊക്കെ ഇടുകയുള്ളൂ. അപ്പം നമുക്കിത് നല്ലതുപോലെ ഉണങ്ങാതെ ഡ്രൈ ആവാതെ സൂക്ഷിച്ച് വെക്കാൻ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടപ്പ് നന്നായിട്ട് ഇറുക്കി അടയ്ക്കുക. അതുപോലെ ഉപയോഗിക്കുമ്പോൾ ഇത് അടച്ച് തന്നെ യൂസ് ചെയ്യണം. കൈ കൊണ്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചോ അടച്ചു വയ്ക്കുക. കട്ടിയാവുന്നു എന്നൊരു തോന്നൽ വന്നാൽ നെയിൽ പോളിഷ് റിമൂവർ ഒരു 3 തുള്ളി നിങ്ങളുടെ കൈവശമുള്ളത് ഉപയോഗിച്ച് ഇതിനെ ലൈറ്റനാക്കാം. നന്നായിട്ട് കുലുക്കി ഉപയോഗിക്കുകയും ചെയ്യണം. നെയിൽ പോളിഷിൻ്റെ ബ്രഷ് നമ്മൾ എടുക്കുമ്പോൾ ഒരു സൈഡിൽ നന്നായിട്ടൊന്ന് കുപ്പിയുടെ എഡ്ജിൽ തേച്ച് ആ പോളിഷ് മാറ്റുക. ഒരു സൈഡിൽ ഇനഫ് നെയിൽ പോളിഷ് കാണുക, അത് നഖത്തിൽ തേക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സെക്കൻഡ് കോട്ട് അടിക്കുക. അപ്പോൾ അത് പെർഫെക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ദീർഘനാൾ നമുക്കൊരു കളർ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം, സൂക്ഷിക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂട്ടുകാരികൾ ചോദിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കണോ? വേണ്ട. 4, 5, 6 വർഷം വരെയൊക്കെ എൻ്റെത് ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ലാതെ. കാര്യം ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ കളർ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ഒരു കളറ് 4, 5 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാം. പെൺകുട്ടികളും സ്ത്രീകളും അമ്മമാരും ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ദീർഘകാലം അത് ഉപയോഗിക്കുകയും ചെയ്യാം, നമുക്ക് ഉപയോഗപ്പെടുകയും ചെയ്യാം. എല്ലാവരുടെയും നഖങ്ങൾ നല്ല സുന്ദരമാക്കി സൂക്ഷിക്കുക. നല്ലതുപോലെ സമയം കിട്ടുമ്പോൾ എൻജോയ് ചെയ്ത് അത് ആസ്വദിച്ച് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ. ബൈ.